അപ്പോ താനിന്ന് എൻ്റെ കൂടെ വരുന്നില്ലല്ലേ? ഇല്ല സൂര്യ, കുറച്ച് ദിവസത്തേക്ക് ഞാനിനി അങ്ങോട്ടില്ല. ആദ്യം എൻ്റെ മനസ്സും ശരീരവും ഒന്ന് നേരെയാവട്ടെ. തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. ഏയ്, ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല സൂര്യ. ആന്റി, ഭാവന വീട്ടിലേക്ക് വരുന്നില്ലെന്നാ പറയുന്നത്. കുറച്ചു ദിവസം ഇവിടെ നിൽക്കണമെന്ന്. എന്താ വേണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്താണെങ്കിലും ഞങ്ങൾക്ക് സമ്മതമാ. എന്തായാലും ഭാവന വന്നതല്ലേ ഉള്ളൂ സൂര്യ, കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഭാവനയുടെ ഇഷ്ടം. ശരി. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ ഞാനിപ്പോൾ തൽക്കാലം മാറി നിൽക്കുന്നത്. അതുകൊണ്ട് മാനസിക്ക് അവിടെ ഒരു കുറവും വരാൻ പാടില്ല. സൂര്യ വേണം അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ. താൻ അവിടെ ഇല്ലാതെ എന്നെ കൊണ്ട് മാത്രം ഒന്നിനും പറ്റില്ല. ഇന്നലത്തെ പൂജയോടുകൂടി എനിക്കെല്ലാം മനസ്സിലായി. സൂര്യ, ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം സൂര്യ ഒന്ന് മനസ്സിലാക്കണം. മാനസയെ സഹായിക്കേണ്ടതും അവൾക്കൊപ്പം നിൽക്കേണ്ടതും ഇപ്പോൾ നമ്മുടെ കൂടി ആവശ്യം. അല്ലാതെ അവസാന നിമിഷം കുഞ്ഞിനെ മാത്രം ആവശ്യപ്പെട്ടു പോയാൽ ചിലപ്പോൾ കുഞ്ഞിനെ അവൾ തന്നെന്ന് വരില്ല. അതെവിടത്തെ ന്യായം ഭാവന? നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തരാതെ പിന്നെ അവൾ എന്ത് ചെയ്യാനാ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. ഞാനവിടെ ഉണ്ടെങ്കിൽ ആൻറ്റിക്ക് അത് ഇഷ്ടപ്പെടില്ല. അത് ഇന്നലത്തോടെ എനിക്ക് മനസ്സിലായി. പക്ഷെ മാനസിക്ക് താൻ അവിടെ ഇല്ലാതെ പറ്റില്ല ഭാവന. തന്നെയും കൊണ്ടേ മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടാ അവൾ എന്നെ അയച്ചിരിക്കുന്നത്. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാൽ മതി സൂര്യ. അങ്ങനെ പറഞ്ഞാലൊന്നും അവള് വിശ്വസിക്കില്ല ഭാവന. പൂജാ സമയത്ത് അമ്മ കാണിച്ചതൊക്കെ അവളും കണ്ടതല്ലേ. ആ വിഷമം തന്റെ മനസ്സിലുണ്ടെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. സൂര്യ, അവളോട് കാര്യം പറഞ്ഞാൽ മതി, അവൾക്കെല്ലാം മനസ്സിലാവും. ഞാൻ അവളെ വിളിച്ചോളാം. ഭാവന, താൻ അവിടെ ഇല്ലാതെ എനിക്കും പറ്റില്ല. താനെന്താ അത് മനസ്സിലാക്കാത്തത്? സൂര്യക്ക് ഇങ്ങോട്ടേക്ക് വരാലോ. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കാം. എന്നാ അമ്മയ്ക്ക് അത് മതി അടുത്ത പ്രശ്നത്തിന്. അപ്പൊ അതറിയാല്ലേ സൂര്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതിപ്പോ നമ്മുടെ കൂടി ആവശ്യം. അത് മറക്കരുത്. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? താനും വേണ്ടേ? താൻ വേണം മാനസയെ ശ്രദ്ധിക്കാനും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും. അങ്ങനെയാണെങ്കിൽ മാനസെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവാ, ഞാൻ അവളെ നോക്കിക്കോളാം. കൊള്ളാം, നല്ല ഐഡിയ. തനിക്കപ്പോ അമ്മയുടെ വായിൽ നിന്ന് കേൾക്കണമെന്ന് നല്ല നിർബന്ധമാണല്ലേ? ആണല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സൂര്യ ചെയ്യണം. ഇടയ്ക്ക് അന്നത്തെ പോലെ മാനസിക്ക് മുല്ലപ്പൂക്കെ വാങ്ങിച്ചു കൊടുക്ക്. താൻ എന്നെ കളിയാക്കിയതാണല്ലേ? അയ്യോ അല്ല സൂര്യ, എനിക്ക് മാനസയുടെ ശീലങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്നാൽ ഇനി കൂടുതൽ പറയണ്ട, ഞാൻ സൗകര്യം പോലെ ചെയ്തോളാം. സൂര്യ, അതിനിടയിൽ പിണങ്ങിയോ? ഇതുപോലുള്ള കാര്യങ്ങൾ താൻ പറയണ്ട. ഇനി അവൾക്ക് മുല്ലപ്പൂ വാങ്ങണമെന്ന് എന്നെ കിട്ടില്ല. സൂര്യ, അങ്ങനെയുള്ള വാശിയൊന്നും വേണ്ട. മാനസയോ ആന്റിയോ എന്താവശ്യപ്പെട്ടാലും എത്തിച്ചു കൊടുക്കണം. സൂര്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എപ്പോ വേണമെങ്കിലും സൂര്യക്ക് ഇവിടെ വരാലോ. സൂര്യ ചെല്ല്. ഇപ്പൊ തന്നെ ആന്റി നല്ല ദേഷ്യത്തിലായിരിക്കും. അത് പിന്നെ കാണാതിരിക്കോ? താൻ ആരോടും പറയാതല്ലേ വന്നത്. എന്തായാലും ഞാൻ ഇനിയിപ്പോ തന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്ന് കരുതി ഇവിടെ സ്ഥിരതാമസമാക്കാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങാം.